വെൽക്കം ടു മാർക്ക് പ്ലസ്. എല്ലാവർക്കും മാർക്ക് പ്ലസിലേക്ക് സ്വാഗതം. ഹലോ സ്റ്റുഡൻസ്, വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ യൂണിറ്റ് 3 മിയാവ്. നമുക്ക് മൂന്നാമത്തെ പാഠം പഠിക്കാം. എന്താണ് പാഠത്തിന്റെ പേര്? മിയാവ്. The puppy was sleeping on a mat near the sofa. പപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടിക്കുട്ടി. സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാല് ഉറങ്ങുന്നു. ഓൺ എ മാറ്റ്, മേറ്റിന് മീതെ. എവിടെ? നിയർ ദ സോഫ, സോഫയുടെ അടുത്ത്. പപ്പി സോഫയുടെ അടുത്ത് ഒരു മേറ്റിന് മുകളിൽ ഉറങ്ങുകയായിരുന്നു. മിയാവ്, he heard a sound. അപ്പോൾ പപ്പിക്കൊരു ശബ്ദം കേട്ടു. ഹേർഡ് കേട്ടു, എ സൗണ്ട് ഒരു ശബ്ദം. എന്ത് ശബ്ദമാണ് കേട്ടത്? മിയാവ്. മിയാവ് എന്ന ശബ്ദം ഉണ്ടാക്കുന്നത് ആരാണ്? കാറ്റാണല്ലേ. ഡോഗ് എങ്ങനെ ശബ്ദം ഉണ്ടാക്കുക? ബൗ ബൗ. എല്ലാവരും ഒന്ന് ഉറക്കെ പറയൂ, ബൗ ബൗ. അപ്പോ നമ്മുടെ പപ്പിക്ക് ആരാണ് ശബ്ദം ഉണ്ടാക്കിയതെന്ന് അറിഞ്ഞില്ല. The puppy raised his head. He looked around. Raised എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർത്തി നോക്കി. The puppy raised his head. പപ്പി തന്റെ തല ഉയർത്തി നോക്കി. He looked around. Look എന്ന് പറഞ്ഞാല് നോക്കി. Around ചുറ്റും. പപ്പി ചുറ്റും നോക്കി. Oh, nobody is here. നോബഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒന്നും ആരുമില്ല. ഹിയർ ഇവിടെ, ഇവിടെ ആരുമില്ല. He started sleeping again. സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാല് ആരംഭിച്ചു. സ്ലീപ്പിംഗ് ഉറങ്ങാൻ, again വീണ്ടും. അപ്പൊ പപ്പി വീണ്ടും ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ശബ്ദം കേട്ടു, മിയാവ്. വീണ്ടും എന്ത് ശബ്ദമാക്കിയിട്ടത്? മിയാവ്. Who is there? അവിടെ ആരാണുള്ളത്? ഹൂ എന്ന് പറഞ്ഞാല് ആര്. there അവിടെ. അവിടെ ആരാ ഉള്ളത്? ആസ്ക്ഡ് ദ പപ്പി. ആസ്ക്ഡ് എന്ന് പറഞ്ഞാല് ചോദിച്ചു. ആസ്ക്ഡ് ദ പപ്പി. പപ്പി ചോദിച്ചു, അവിടെ ആരാ ഉള്ളത്? ലുക്ക്ഡ് അണ്ടർ ദ ബെഡ്. ലുക്ക്ഡ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, എന്താണ്? നോക്കി. അണ്ടർ താഴെ, ബെഡ് ബെഡ്. അവൻ ബെഡിന്റെ താഴെ നോക്കി. നോബഡി ഈസ് ഹിയർ. ഇവിടെ ആരുമില്ല. Then he searched under the table. Searched എന്ന് പറഞ്ഞാൽ എന്താണ്? തിരഞ്ഞു. എവിടെ തിരഞ്ഞു? അണ്ടർ ദ ടേബിൾ, ടേബിളിന്റെ താഴെ. ടേബിളിന്റെ താഴെയും അവൻ തിരഞ്ഞു. പക്ഷേ nobody was there. അവിടെയും ആരും ഉണ്ടായിരുന്നില്ല. He climbed onto the window and looked out. Climbed കയറി. onto the window. window എന്ന് പറഞ്ഞാല് ജനൽ. and looked out പുറത്തേക്ക് നോക്കി. അവൻ ജനലിൽ കയറി പുറത്തേക്ക് നോക്കി. He saw a rooster in the yard. saw എന്ന് പറഞ്ഞാല് കണ്ടു. റൂസ്റ്റർ പൂവൻ കോഴിയെ. ഇൻ ദ യാർഡ്, യാർഡ് മുറ്റം. He saw a rooster in the yard. അവൻ മുറ്റത്ത് ഒരു പൂവൻ കോഴിയെ കണ്ടു. The puppy ran to the rooster. ran എന്ന് പറഞ്ഞാല് ഓടി. The puppy ran to the rooster. പപ്പി റൂസ്റ്ററിന്റെ അടുത്തേക്ക് ഓടി. Who said meow? He asked the rooster. ആരാണ് മിയാവ് എന്ന് പറഞ്ഞത്? പപ്പി റൂസ്റ്ററിനോട് ചോദിച്ചു. റൂസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവൻ കോഴി. The rooster flapped his wings and sang cock-a-doodle-doo.
ഫ്ലാപ്പഡ് പറഞ്ഞാൽ എന്താണ്? പറത്തി. എന്ത് പറത്തി? ഹിസ് വിങ്സ്. അവന്റെ ചിറകുകൾ പറത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? കോക്ക് എ ഡോഡിൽ ഡോ. കോഴി എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കുക? പറഞ്ഞേ. കൊക്കരേക്കോ അല്ലേ? കോക്ക് എ ഡോഡിൽ ഡോ. ക്യാൻ യു സേ മിയാവ്? ക്യാൻ യു സേ? നിനക്ക് പറയാൻ കഴിയോ? എന്ത്? മിയാവ് മിയാന്ന് പറയാൻ കഴിയോ? ആസ്ക്ഡ് ദ പപ്പി. പപ്പി ചോദിച്ചു. ഐ കാൻ നോട്ട്. എനിക്ക് കഴിയില്ല. കന്നോട് കഴിയില്ല. ഐ ഓൺലി സേ കൊക്കഡോഡിൽ ഡോ സെഡ് ദ റൂസ്റ്റർ. എനിക്ക് പറയാൻ കഴിയുന്നത് കൊക്കഡോഡിൽ ഡോ എന്ന് മാത്രമാണ്, റൂസ്റ്റർ പറഞ്ഞു. മിയാവ്. വീണ്ടും ആ ശബ്ദം പപ്പി കേട്ടു. ദ പപ്പി ഹെard the sound again. He saw a kennel nearby. കെന്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടിക്കൂട്. ഡോഗിന്റെ വീടാണ് കെന്നൽ. അവൻ ആ ശബ്ദം എവിടെ നിന്നാണ് കേട്ടത്? ഓരോ കെന്നലിന്റെ അടുത്ത് നിന്നാണ് കേട്ടത്. ഇറ്റ് മസ്റ്റ് ബി ഹിയർ. അവൻ ഇവിടെ തന്നെ ഉണ്ടാകും. സെഡ് ദ പപ്പി. പപ്പി പറഞ്ഞു. ഹി വാക്ക്ഡ് ടു ദ കെന്നൽ. വാക്ക്ഡ് നടന്നു. ടു ദ കെന്നൽ. കെന്നലിന്റെ അടുത്തേക്ക് നടന്നു. ഹി സോ എ ഡോഗ് ഇൻ ദ കെന്നൽ. അവിടെ അവൻ ആരെ കണ്ടു? ഡോഗ്. ഡോഗ് പട്ടി. പട്ടി എവിടെയാണുള്ളത്? കെന്നലാണുള്ളത് അല്ലേ? വാസ് ദാറ്റ് യു? അത് നീയായിരുന്നോ? അപ്പോൾ ഡോഗ് എന്ത് പറഞ്ഞു? വാട്ട്? എന്തെന്ന് ചോദിച്ചല്ലേ? യു സെഡ് മിയാവ് റൈറ്റ്. നീയാണോ മിയാവ് എന്ന് പറഞ്ഞത്? മീ? ഞാനാണോ? ബൗ ബൗ. ഡോഗ് എന്ത് ശബ്ദമുണ്ടാക്കി? ബൗ ബൗ അല്ലേ? ആർ യു ജോക്കിംഗ് പപ്പി? നീ എന്താണ് തമാശയാക്കുകയാണോ? ദ ഡോഗ് ഗോട്ട് ആംഗ്രി. ആംഗ്രി എന്ന് പറഞ്ഞാല് ദേഷ്യം. ദ ഡോഗ് ഗോട്ട് ആംഗ്രി. ഡോഗിന് ദേഷ്യം വന്നു. എന്നിട്ട് ഡോഗ് പപ്പിയെ ഓടിച്ചു അല്ലേ? ദ പപ്പി വാസ് അഫ്രേഡ്. പപ്പിക്ക് ഭയമായി. He rushed to the garden. റഷ്ഡ് എന്ന് പറഞ്ഞാല് ഓടി. ടു ദ ഗാർഡൻ. ഗാർഡൻ പൂന്തോട്ടം. അവൻ പൂന്തോട്ടത്തിലേക്ക് ഓടി. He hid under a bush. ഹിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒളിച്ചു നിന്നു. അണ്ടർ എ ബുഷ്. ഒരു ബുഷ് ചെടിയുടെ താഴെ അവൻ ഒളിഞ്ഞിരുന്നു. The puppy saw a honeybee on a flower. പിന്നെ പപ്പി ആരെയാണ് കണ്ടത്? ഒരു ഹണിബിയെ കണ്ടു അല്ലേ? ഹണിബി എവിടെയാ കണ്ടത്? ഓൺ എ ഫ്ലവർ. ഒരു പൂവിനുമേതെയാണ് കണ്ടത്. ഫ്ലവർ പൂവ്, ഹണിബി തേനീച്ച. ഇറ്റ് മസ്റ്റ് ബി ഹിം. ഇതെന്തായാലും അവന് തന്നെയാണ്. തോട്ട് ദ പപ്പി. പപ്പി വിചാരിച്ചു. യു സെഡ് മിയാവ് ഡിഡിന്റ് യു? നീയാണോ മിയാവ് എന്ന് പറഞ്ഞത്? മീ? ഞാനോ? ബസ്ഡ് ദ ഹണിബി. ഹണിബിയുടെ സൗണ്ട് എന്താണ്? ബസ് ബസ് അല്ലേ? ഗോ അവേ. ദൂരെ എവിടെയെങ്കിലും പോ. ഇറ്റ് സ്റ്റങ് ദ പപ്പി ഓൺ ദ നോസ്. സ്റ്റങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുത്തി. എവിടെ കുത്തി? ഓൺ ദ നോസ്. നോസിനെ കുത്തി. നോസ് എന്ന് പറഞ്ഞാൽ എന്താ? മൂക്ക്. ഹണിബി പപ്പിയുടെ നോസിനൊരു കുത്തു കൊടുത്തു. അയ്യോ. The puppy jumped into a pond. ജംപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചാടി. എവിടെ? into a pond. ഒരു കുളത്തിലേക്ക് ചാടി. The puppy jumped into a pond. പപ്പി ഒരു കുളത്തിലേക്ക് ചാടി. The honeybee went back. ഹണിബി ബേക്കിലേക്ക് പോയി. The puppy came out. അപ്പോൾ പപ്പി പുറത്തേക്ക് വന്നു. മിയാവ്
Somebody said again. വീണ്ടും അവൻ ആ ശബ്ദം കേട്ടു. The puppy saw a frog. പപ്പി പിന്നെ ആരെയാ കണ്ടത്? ഒരു ഫ്രോഗിനെ കണ്ടു. ഫ്രോഗ് തവള. Can you say meow? എന്നിട്ട് തവളയോട് എന്താ ചോദിച്ചത്? നിനക്ക് മിയാവ് എന്ന് പറയാൻ കഴിയുമോ? ക്രോക്ക് ക്രോക്ക്. വാട്ട് എ സില്ലി പപ്പി. ഫ്രോഗ് എങ്ങനെയാ കരയാറ്? ക്രോക്ക് ക്രോക്ക് അല്ലേ? ഫ്രോഗ് ക്യാൻ ഓൺലി ക്രോക്ക്. ഫ്രോഗിന് എങ്ങനെ കരയാൻ പറ്റുള്ളൂ? ക്രോക്ക് ക്രോക്ക്. The frog jumped into the water. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം. The frog jumped into the water. ഫ്രോഗ് വീണ്ടും വെള്ളത്തിലേക്ക് ചാടി. The puppy went home. Went പോയി. എവിടെ? Home. വീട്ടിലേക്ക് പോയി. The puppy went home. He was wet and sad. Wet എന്ന് പറഞ്ഞാൽ എന്താണ്? നനഞ്ഞിരുന്നു. Sad ദുഃഖിതനായി. അവൻ വീട്ടിലേക്ക് എങ്ങനെയാണ് വന്നത്? Wet and sad. He lay on the mat near the cot. Lay എന്ന് പറഞ്ഞാൽ എന്താ? കിടന്നു. എവിടെ? On the mat. Near the cot. കട്ടിലിന്റെ അടുത്ത് മാറ്റിൽ അവൻ കിടന്നു. Suddenly he heard meow. പെട്ടെന്ന് അവൻ എന്താ കേട്ടത്? Suddenly പെട്ടെന്ന്. Heard കേട്ടു. എന്താ കേട്ടത്? Meow. He jumped up and saw a fat cat sitting on the table. He jumped. അവൻ ചാടി എഴുന്നേറ്റു. അപ്പോൾ അവൻ എന്താ കണ്ടത്? ഒരു ഫാറ്റ് കാറ്റ്, ഒരു തടിയനായൊരു പൂച്ച. എവിടെയാ കണ്ടത്? സിറ്റിംഗ് ഓൺ ദ ടേബിൾ. ടേബിളിന്റെ മീതെ ഇരിക്കുന്നതായി കണ്ടു. ബൗ ബൗ. The puppy barked at the cat. പപ്പി എങ്ങനെയാണ് കരയാ? ബൗ ബൗ അല്ലേ? പപ്പി കാറ്റിന് നേരെ കുരച്ചു. The cat arched her back and hissed. പൂച്ച ഒന്ന് പുളഞ്ഞു, എന്നിട്ടൊരു ശബ്ദമുണ്ടാക്കി. എന്ത് ശബ്ദമാണ് ഉണ്ടാക്കിയത്? The cat jumped at the puppy. Frr. Meow. കാറ്റ് പപ്പിയുടെ നേരെ ചാടി. Meow. The cat scratched the puppy's ear and ran away. Scratched എന്ന് പറഞ്ഞാൽ എന്താ? പരിക്കേൽപ്പിച്ചു അല്ലേ? എവിടെ? പപ്പീസ് ഇയർ. ഇയർ ചെവി. പപ്പിയുടെ ചെവിയിലേക്ക് ഒരു മുറിവുണ്ടാക്കി. എന്നിട്ട് പൂച്ച ഓടിപ്പോയി. The puppy came back to his mat and fell asleep. പപ്പി തിരികെ വന്നിട്ട് മേറ്റിൽ തന്നെ കിടന്നു. എന്നിട്ട് ഉറങ്ങിപ്പോയി. No, he knew who said meow. അപ്പോൾ അവന് മനസ്സിലായി ആരാണ് മിയാവ് എന്ന് പറഞ്ഞത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് മനസ്സിലായോ ആരാണ് മിയാവ് എന്ന് പറഞ്ഞത്? കാറ്റാണല്ലേ. മിയാവ് എന്ന ശബ്ദമുണ്ടാക്കുന്നത് കാറ്റാണ്. നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ. റൂസ്റ്റർ എന്ത് ശബ്ദമാണ് ഉണ്ടാക്കുന്നത്? കൊക്കെ ഡുഡിൽ ഡു. ഡോഗ് എന്ത് ശബ്ദമാണ് ഉണ്ടാക്കുന്നത്? ബൗ ബൗ. ഹണിബി എന്ത് ശബ്ദമാണ് ഉണ്ടാക്കുന്നത്? ബിസ് ബിസ്. ഫ്രോഗ് എന്ത് ശബ്ദമാണ് ഉണ്ടാക്കുന്നത്? ക്രോക്ക് ക്രോക്ക്. കാറ്റ് എന്ത് ശബ്ദമാണ് ഉണ്ടാക്കുന്നത്? മിയാ.